ഏയ് ചിത്തടാ. ആ മനു, നീ ഭയങ്കര സന്തോഷത്തിനാണുള്ള കല്യാണം സെറ്റായിട്ടാ. ആ കുറച്ച് നാളെ ചിത്തട്ടാ പെണ്ണന്വേഷണം പഠനം സെറ്റായിണ്ട്. അതെ, പെണ്ണിന്റെ മാമാരില്ലേ വഴിക്ക് വരുന്നുണ്ട്. ചേട്ടാ എന്റെ വീടും പറഞ്ഞു കൊടുക്കും. അതിനെന്താടാ? അത് മതി. ഞാനേ ആടായിരുന്നു പോട്ടെ. അക്കാര്യം ഞാൻ ഏറ്റു, നീ പോയിക്കോ. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമില്ലടാ. വിത്തൗട്ട് രമേശനാ പോയതേ നമ്മുടെ മോഹനാണ്ട് മല്ലേ. ആ അവന്റെ കല്യാണം ശരിയായിട്ടുണ്ട് രമേശ. പെണ്ണിന്റെ മാമന്മാര് വരുന്നുണ്ട്, അവർക്ക് വീട് പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇരിക്കുക. അത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്ന്. അതെ, അല്ല എന്നാ വലിയ ഉപകാരമായി. എനിക്കാണെങ്കിൽ ഒന്ന് ബാങ്കിൽ പോകാനുണ്ട്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അജിത്തടമൊക്ക അത് നമ്മള് രമേശനേറ്റു. പിന്നെ ചെക്കനെ കുറിച്ച് നല്ലതേ പറയാവൂ കേട്ടാ. നിന്റെ പരദൂഷണം ഇടപാടൊന്നും നടത്തല്ലേ. എന്റെ ചിത്തട്ടാ, രമേശൻ പരദോഷം നിർത്തിട്ട് കാലത്രേ. അല്ല, നീ അടയ്ക്ക പോലെ ഇരുന്നാലും അടയ്ക്കാമത്തിന്റെ സ്വഭാവമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. ചിത്തടമൊക്ക അത് നമ്മളേറ്റു. കല്യാണം നമ്മള് പൊളിക്കും. രമേശേറ്റൂട്ടാ. പിന്നെ ആ മാമാരെ കൊണ്ട് വരട്ടെ. രമേശനായിരുന്നു കാഞ്ചണ്ടി. 2 വെങ്കടേശ്വരന്മാര് വരുന്നുണ്ടല്ലേ. കണ്ടിട്ട് പെൺകുട്ടിയുടെ മാമാരാന്ന് തോന്നുന്നു. ചേട്ടാ, നമ്മുടെ സാറിന്റെ മോനെ വീട് ഏതാ? ഏത് മനു? മനുവാ? മോഹനാട്ട മോനെ മനുവാ? അവനിപ്പ എന്നോടൊന്ന് പോയല്ലോ ബീവറേജ് കൊടുക്കാൻ. എന്റെ ആര് വാങ്ങിച്ചപ്പനെ പോയത് സാധനം വാങ്ങാൻ വേണ്ടിട്ട്. അവന് വേറെ പണിന്നില്ല, ആൾക്കാരിന്ന് പൈസ വാങ്ങാ പോയി അടിക്കേ. സത്യമാണോ പറയണത്? സത്യാണോന്നാ? നാട്ടാർക്ക് മൊത്തം അറിയാലോ അവനെ പറ്റിട്ട്. ഒന്നും അറിയില്ലല്ലേ ഇപ്പൊ. ആർക്കാ കല്യാണം നോക്കണ്? ചേച്ചിയുടെ മോൾക്കാ. ഒറ്റ മോളാണേ. ഒറ്റ മോളല്ലേ ഉള്ളോ? നോക്കി കണ്ട് കൊടുത്താ പോരെ. തനിക്ക് ആള് മാറിയിട്ടുണ്ടാവും. താൻ പറഞ്ഞ പയ്യൻ അത്രക്കാരനല്ല. അല്ലാന്നാ? എന്നാ നേരിട്ട് കാണിച്ചരാം, അപ്പൊ ബോധ്യമില്ലേ? വാ വായൊന്ന്. ഏയ് സാധ്യതയില്ല, നമ്മൾ അന്വേഷിച്ചതല്ല അവനെ കുറിച്ച്. അതെ, നിങ്ങളോട് ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. എന്ത് കൊല്ലാപ്പണാവോ ഇനി.